ഒരറയിൽ നെല്ലെടുത്തേ ഞാൻ കുത്തിച്ച പൂങ്കിണറേ, എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണിപ്പളുങ്കുവെള്ളം. നെഞ്ചായ നെഞ്ചും നൊന്തേ, കണ്ണായ കണ്ണും വെന്തേ, എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണിപ്പളുങ്കുവെള്ളം. കല്ലുമ്മേ പൂവിരിഞ്ഞേ, മണ്ണിൻ്റെ മുഖം ചുവന്നേ, എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണിപ്പളുങ്കുവെള്ളം. അല്ലെങ്കിലും ഒരു നാടകവും എവിടെയെങ്കിലും കൃത്യമായി ആരംഭിക്കുകയോ കൃത്യമായി അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അതിനുള്ള ഒരു ശ്രമം ഒരു കർട്ടൻ കൊണ്ട് എത്രയോ കാലമായി നാം ശ്രമിക്കുന്നെങ്കിലും നാടകം ജീവിതത്തിലൂടെയും ജീവിതം നാടകത്തിലൂടെയും ഒഴുകിക്കൊണ്ടേയിരിക്കും. വേദിക്ക് പുറത്ത് വെളിച്ചം വീണു കഴിഞ്ഞാൽ അരങ്ങിൻ്റെ നിഴൽ വീഴുന്ന പിന്നാമ്പുറത്ത് ഒരു കവിൾ മദ്യം കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ ഒരു കീറ് ദാരിദ്ര്യം കൊണ്ട് നാടകജീവികൾ ഈ സത്യത്തെ മറക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ നാടകത്തിൻ്റെ സംവിധായകനാണ്. ഒട്ടേറെ നാടകകൃതികൾ വായിച്ചിട്ടും തൃപ്തി വരാതെയാണ് ചെറുകഥയിലേക്ക് തിരിഞ്ഞത്. അപ്പോഴാണ് ശ്രീ കാരൂരിൻ്റെ ഉതുപ്പാൻ്റെ കിണർ ശ്രദ്ധയിൽപ്പെട്ടത്. ആരാണ് ഉതുപ്പാൻ? ഒരു തെണ്ടി, തന്തയും തള്ളയില്ലാത്ത. ഇപ്പോൾ അവൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കൂലിപ്പണി ചെയ്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പണി ചെയ്യുന്ന ഇവനെയൊക്കെ പറ്റിയാണോ നാടകം ഉണ്ടാക്കുന്നത്? അങ്ങാരാണാവോ? അറിയില്ലല്ലേ? അല്ലെങ്കിൽ കൊള്ളാമെന്ന വല്ലവരും നിങ്ങൾ നാടകക്കാർക്ക് അറിയാമോ? ഞാൻ ഔസേപ്പ് മുതലാളി. സോപ്പ് മുതലാളിയോ? ഏത് സോപ്പ്? സോപ്പല്ലേ, ഔസേപ്പ്. ഔസേപ്പ് മുതലാളിയോ? അങ്ങനെ ഒരാളെ കാരൂരിൻ്റെ ഈ കഥയിലൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണും? അത്താഴ പഷ്ണിക്കാരനായ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് എന്നെ പോലുള്ള ഒരു പരോപകാരിയെ കാണാൻ കണ്ണുണ്ടാവുമോ? അസൂയ തന്നെ. ഞാനൊരു മുതലുള്ളവനായി പോയില്ലേ. തന്നെയുമല്ല, ആളൊരു നായരല്ലേ. ഞങ്ങൾ മാപ്പിളമാർ നന്നാണ്, സഹിക്കാൻ കഴിയുമോ? അത് ശരി. അപ്പൊ താങ്കളൊരു പരോപകാരിയാണല്ലേ? അല്ലാതെ പിന്നെ. കുന്നേല വലിയ പള്ളി പണിയിച്ചത് ആരാ? ആരാ? ഞാൻ. ഞാൻ. കവലയില കുരിശുപള്ളി പണിയിച്ചത് ആരാ? അതാരാ? ഞാൻ. ഞാൻ. നഗരത്തിൽ എത്ര സമ്പന്നരുണ്ട്, എന്നിട്ടും പിലാത്തോസ് ക്ലബിന്റെ കല്യാണ ഹാൾ നിർമ്മിച്ചത് ആരാ? ഞാൻ. എല്ലായിടത്തും മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അതിനുശേഷം നീ എന്നെ അനുഗമിക്കുക. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്.
ഇവൻ കുന്താരിയുമായിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. യേശു പറഞ്ഞു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിൽ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അതിൻ്റെ ഉള്ളിൽ കവർച്ചയെയും ആർത്തിയെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആദ്യമേ അകം വൃത്തിയാക്കുക. ചൊറിച്ചിൽ വരും, സ്വാഭാവികം. അതിരിക്കട്ടെ, ഇവിടെ നമ്മുടെ പ്രധാന കഥാപാത്രം ഉതുപ്പാനാണ്. അവൻ്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്. ജോയ് ഇച്ചിരിയുടെ ലൈറ്റ്. അവൻ്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും അവനത് ഗുരുവാണ്. അവനും നാളുകൾ കഴിയുന്നുണ്ട്. ഉദരത്തിൻ്റെ പരാതിയാണ് അവൻ ഉറക്കുപാട്ട്. ഹൃദയത്തിനുമുണ്ട് അവനോട് ആവലാതി. മരത്തണലിലിരുന്ന് വഴിക്കാരോട് കേണിരക്കുന്ന കുരുടനെയും, മഞ്ഞിൽ മരച്ചും വെയിലിൽ പൊരിഞ്ഞും മഴയത്തു നനഞ്ഞും വഴിവക്കിൽ കഴിച്ചു കൂട്ടുന്ന കൊച്ചുങ്ങളെ, ചായക്കടയുടെ മുമ്പിൽ ചെന്ന് ചൂടുവെള്ളം യാചിച്ചിട്ട് തിളയ്ക്കുന്ന വെള്ളം തലവഴി ഒഴിക്കപ്പെട്ട കിഴവിയെയും മറ്റും പറ്റി ഉദാസീനത കാണിക്കുന്നതിനെക്കുറിച്ച് ഹൃദയം അവനോട് ആവലാതിപ്പെടാറുണ്ട്. ഉദരത്തിൻ്റെ പരിദേവനം ഉതുപ്പാൻ ചെവിക്കൊണ്ടില്ല. ഹൃദയത്തിൻ്റെ വേദന അവൻ അമർത്തി. സഹതപിക്കുന്നതും അവൻ്റെ നിലയിൽ അഹങ്കാരമാണ്. സഹോദരങ്ങളെ സഹായിക്കാൻ അവന് മോഹമുണ്ട്, കഴിവില്ല. കിണറാണ് മറ്റൊരു കഥാപാത്രം. ഒരു കിണർ മറ്റു പലതുമാണ്. ഭൂമിയുടെ നെഞ്ചകത്തിലേക്ക് തുറക്കുന്ന ഒരു കവാടം, ജീവജലം അടച്ചുവെച്ച ചെപ്പ്. പല ജീവിതങ്ങളും അവസാനിച്ചിട്ടുള്ളത് ഈ കിണറ്റിനുള്ളിലാണ്. പല ജീവിതങ്ങളും പൂവിട്ട് തളിർത്തതും ഈ കിണറ്റിൻകരയിലാണ്. കിണറ്റിൻകര കടലിനും കായലിനും മഹാനദികൾക്കുമുള്ളതുപോലെ കിണറ്റിനുമുണ്ടൊരു കര. കിണറ്റിൻകര. വിചിത്രം തന്നെയല്ലേ? മിസ്റ്റർ ഉതുപ്പാൻ, എന്തുണ്ട് കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥാപാത്രമേ? നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ. അതെ, ഞാനൊരു തുണ്ട് സ്ഥലം വാങ്ങിച്ചു. കുറേ കാലം പണി ചെയ്ത് പണം സ്വരുക്കൂട്ടിയതാ. ഒരു കുഞ്ഞു തുണ്ട് സ്ഥലം. അതെ, ഇത്രേ ഉള്ളൂ. അവിടെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അവിടെ ഞാൻ അവിടെ 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 അവനൊരു വീട് വെക്കും. ഒന്ന് പോണം. അവിടെ ഒരു കട തുടങ്ങും. അതിൽ നല്ലൊരു സൈക്കിൾ ഷെഡാ. ശരിയാ, ബസ്സിൽ ട്രെയിനിൽ പോകുന്ന സൈക്കിൾ യാത്രക്കാർക്ക് സൈക്കിൾ വെക്കാൻ സ്ഥലമില്ലാത്ത അവിടെ ഞാനൊരു കിണർ കുഴിക്കും. ആരെന്നറിയിക്കാതെ ചത്തുപോയ തന്തേ തള്ളേ, ആളറിയാത്ത അപ്പനപ്പുപ്പന്മാരെ, എല്ലാവരുടെയും ദൈവങ്ങളെ, ഉതുപ്പാൻ കിണർ കുഴിക്കുവാനേ, വെള്ളം തരണേ. ഒരരയിൽ നെല്ലെടുത്ത് ഞാൻ കുത്തിച്ച പൂങ്കിണറ്, എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കുവെള്ളം. ഒരരയിൽ നെല്ലെടുത്ത് ഞാൻ കുത്തിച്ച പൂങ്കിണറ്, എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കുവെള്ളം. തന്തിന്നം താനിന്നം താരോ, താനിന്നം തന്തിന്നം താരോ, തന്തിന്നം താനിന്നം താരോ, താനിന്നം തന്തിന്നം താരോ, തന്തിന്നം താനിന്നം താരോ, താനിന്നം തന്തിന്നം താരോ,
പറ്റിക്കാൻ. ഇവനിനി നിധി എങ്ങാനും കിട്ടിയ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. നിധിയൊക്കെ സർക്കാരിൻ്റെതാ. തന്നെയുമല്ല, അറിയിക്കുന്നവർക്ക് അതിന്റെ ഒരു വീതം സർക്കാർ തരും. എല്ലാവരും ഇവിടെ നിൽക്കുകയാണോ? വന്നോട്ടെ. എങ്ങാട്ടാ മുതലാളി? വീട്ടിലോട്ട്. ഇന്ന് കൊച്ചുമോന്റെ പിറന്നാളല്ലേ. നല്ല കരിമീൻ പൊള്ളിച്ചത്, മാട്ടിറച്ചി വരുത്തിയത്. എന്നാ വാ. എന്താ ഇവിടെ ഒരു കുഴി? നിധി തേടുവോ? അവന്റെ ഒരു നിധി. ദരിദ്രവാസിക്ക് ആരാ നിധി കൊടുക്കുന്നത്? അല്ല, പണ്ട് മുതലാളിക്കും അങ്ങനെ ഏതാണ്ട് കിട്ടിയെന്നാ നാട്ടുകാര് പറയണേ. എന്നാ നീ ഇവിടെ നില്ല, നിങ്ങൾ വാ. അല്ലല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എന്നാ വാ. എവിടെ നോക്കിയാണ് നടക്കുന്നത്? എന്റെ വണ്ടിയിലങ്ങനെ തട്ടിയിരുന്നെങ്കിൽ വണ്ടി തവിട് പൊടിയായാലും. നെല്ലെടുത്തേ ഞാൻ കുത്തിച്ച പൂങ്കിണറ് എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കു വെള്ളം. കല്ലുമ്മേ മഴ പൂണേ മണ്ണായ മണ്ണെടുത്തേ എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കു വെള്ളം. തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ. ഇവൻ കുഴിക്കുന്നത് കിണർ തന്നെ. ഇവന് ചെറിയ മെന്റൽ ഉണ്ടെന്നാ തോന്നുന്നത്. ഒരു മാടക്കട വെച്ചിരുന്നെങ്കിൽ അവനൊരു ജീവിതമാർഗമായനെ. കടയുടെ പിറകിൽ ഒരു ചായ്പ് ഇറക്കിയിരുന്നെങ്കിൽ താമസിക്കാൻ ചെയ്യാമായിരുന്നു. കടയും ചായ്പും ഉണ്ടെങ്കിൽ പിന്നെ പെണ്ണ് കിട്ടാനാണോ പാട്? പെണ്ണ് കെട്ടിയാ പിന്നെ കൊച്ചുങ്ങളുണ്ടാകാനാണോ പാട്? കൊച്ചുങ്ങൾ ഉണ്ടായ പിന്നെ നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കാനാണോ പാട്? വാടകയ്ക്ക് താമസിച്ചാ പിന്നെ കുറച്ചുകൂടി പണം സ്വരുക്കൂട്ടി നല്ലൊരു സ്ഥലം വാങ്ങാനാണോ പാട്? സ്ഥലം വാങ്ങിയാ പിന്നെ ലോൺ എടുത്തൊരു വീട് വെക്കാനാണോ പാട്? ലോൺ മുടങ്ങിയാൽ പിന്നെ ജപ്തി ചെയ്യാനാണോ പാട്? ജപ്തി ചെയ്താ പിന്നെ ഇവൻ ഇതെല്ലാം കൂടി ആലോചിച്ച് ഇടയ്ക്കുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി അവസാനത്തത് ആദ്യം ചെയ്യാൻ ചാടിച്ചാകാൻ വല്ലവന്റെയും കിണർ വേണ്ടല്ലോ എന്ന് ആലോചിച്ചാണോ അവൻ ഈ കിണർ കുഴിക്കുന്നത്? നെല്ലെടുത്തേ ഞാൻ കുത്തിച്ച പൂങ്കിണറ് എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കു വെള്ളം. നെഞ്ചായ നെഞ്ചും നൊന്തേ കണ്ണായ കണ്ണും വെന്തേ എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കു വെള്ളം. കല്ലുമ്മേ പൂ വിരിഞ്ഞേ മണ്ണിന്റെ മുഖം തോന്നുകേ എന്നിട്ടും കണ്ടില്ലമ്മോ മുത്തുമണി പളുങ്കു വെള്ളം. തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ തന്തിന്നം താനിന്നം താരോ താനിന്നം തന്തിന്നം താരോ. വെള്ളം കണ്ട് വെള്ളം കണ്ടു കേട്ടോ ചേട്ടാ, വെള്ളം കണ്ടു. വെള്ളോ? എന്ത് വെള്ളം? എന്റെ കിണറിൽ വെള്ളം കണ്ടെന്ന്. അതിനെന്താ വെള്ളം കണ്ടിട്ട്? അതല്ല, എന്റെ കിണറിൽ നല്ല ഊറ്റുണ്ട്. കൂട്ടോ ആ കള്ള കൂട്ടായിരിക്കും. അല്ല ഞാൻ അത്ര കിണർ ഊത്തിയതാ. നല്ല ഒന്നാം തരം വെള്ളമാ. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോഴൊന്ന് ചാടിയിട്ടങ്ങ് നിൽക്കും. ഇല്ല, അതെ നിമിഷ നേരം കൊണ്ട് കിണർ നിറഞ്ഞത് കണ്ടു. ശരിയാ. അതിനെത്ര കിടന്ന് ചാടാൻ എന്തുവാ?
ഇതാ 4 പണം കൂടുതലുണ്ട്. വളരെ ഉപകാരം കേട്ടോ. ആയിക്കോട്ടെ. അതൊന്നും സാരമില്ല. ഏതായാലും വെള്ളം കണ്ടല്ലോ. നമ്മുടെ കിണറിൽ വെള്ളം കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. ആരാൻ്റെ കിണറിൽ വെള്ളം കണ്ട ആർക്കാ സന്തോഷം? വഴിവക്കിൽ ആ തെമ്മാടി കിണർ പിടിച്ചിട്ടിരിക്കുന്നു. പശുവിനെ ആയിട്ട് വിടുമ്പോ മുട്ടിക്കണേ മക്കളെ. ശരിയാ, കിണറിന് ചുറ്റുകെട്ടണം, മേൽപ്പാലം വേണം, കപ്പിയും കയറും തൊട്ടിയും വേണം. ആ കുറേശ്ശെ വേല ചെയ്ത് ഒക്കെ ഒപ്പിക്കാം. അത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. യാത്രക്കാർ ദാഹമടക്കാൻ ഇവിടെ എത്തും. സ്വന്തമായി കിണറില്ലാത്ത പാവപ്പെട്ടവർ കുളിക്കാനും തുണി കഴുകാനും എത്തും. അലഞ്ഞു തിരിയുന്ന പശുക്കളും ദാഹമടക്കാൻ ഇവിടെ എത്തും. ഒരു കൽത്തൊട്ടി കൂടി പണിയണം. തണലിന് മേൽപ്പന്തലും. ആ എല്ലാം നടക്കും. കർത്താവ് എല്ലാം നടത്തും. പള്ളി എന്ന് പറഞ്ഞാൽ അതാകണം പള്ളി. തറ മുഴുവൻ വെണ്ണക്കല്ല് പതിക്കണം. ആൾത്താര ദേവദാരു കൊണ്ട് പണിയണം. എങ്കിലല്ലേ അത് ആൾത്താരയാവും. പിന്നെ വലിയൊരു സ്വർണ്ണ കുരിശ്. സ്വർണ്ണ കുരിശോ? വേണം. ആ കുരിശുമേൽ എഴുതണം ഓസേപ്പു മുതലാളി പക. വേണ്ട അത്രയ്ക്കൊന്നും വേണ്ട. പള്ളിയുടെ മുമ്പില് വെണ്ണക്കല്ലിൽ എഴുതി വെച്ചാ മതി. എന്നാ ശരി, പിന്നെ കാണാം. എന്നുകൂടി എഴുതിയിരുന്നെങ്കിൽ 10 പേര് അറിഞ്ഞാന്. വേണ്ട, വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുതെന്നല്ലേ പ്രമാണം. പ്രമാണം അതൊക്കെ ഔസേപ്പ് മുതലാളിയെ കണ്ടുപിടിക്കണം. ശരിയാ, 10 രൂപ കൊടുത്താ 100 പേരറിയും. അവൻ അവിടെ ഒരു കുടിലും കൂട്ടി പുട്ടും പഴം വിട്ടിരുന്നെങ്കിൽ ചെലവ് കാശ് കിട്ടിയാനെ. അതെ ഒറ്റെഴുതാൻ ഒരു ബുക്കും കൂടി ആയത്.